അസ്സലാമു അലൈക്കും. കുറേ വർഷമായിട്ട് എൻ്റെ പെരുവിരലിന് ഭയങ്കര വേദനയായിരുന്നു. കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പല സ്ഥലത്തും കാണിച്ചും മാറ്റം ഉണ്ടായില്ല. അത് പിന്നെ ബേബി മെമ്മോറിയൽ വന്ന് ജ്യോതിപ്രസാദ് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ നഖത്തിൻ്റെ അടിയിൽ മുഴയുണ്ട്, സ്കാൻ ചെയ്യണമെന്ന്. മുമ്പ് സ്കാൻ ചെയ്തതിന് അതിന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് പിന്നെ ഒരു ഇഞ്ചക്ഷൻ വെച്ചാൽ തെളിഞ്ഞ് കാണുമെന്ന് പറഞ്ഞിട്ട് അതും കൂടി ചെയ്തതിന് ശേഷം അത് മുഴ തെളിഞ്ഞ് കണ്ടത് സർജറി ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമായിരിക്കുന്നു. ഇപ്പം നല്ലൊരു കിടന്നുറങ്ങാനെല്ലാം പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഇവിടെ എന്നോടൊക്കെ പറയൽ പ്രസവ വേദന ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയൽ. അപ്പോൾ അത് ആദ്യം ന്യൂറോളജിസ്റ്റിനൊക്കെയാണ് കാണിച്ചത്. പലയിടത്തും മംഗലാപുരത്ത്, പൂമാനം, കണ്ണൂർ തന്നെ പല ഡോക്ടറെയും, തളിപ്പറമ്പ്, അങ്ങനെ പല സ്ഥലത്തും കാണിച്ചായിരുന്നു. അപ്പോൾ പിന്നീട് പിന്നെ നമ്മളിവിടെ എൻ്റെ മകൻ്റെ ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് ഇവിടെ ബേബി മെമ്മോറിയൽ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടറോട് കാര്യം പറഞ്ഞാലും നോക്കിയതാണ്. MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അത് മുമ്പ് ചെയ്തെന്ന് പറഞ്ഞു. അത് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞാൽ അത് വേറെ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് MRI സ്കാൻ ചെയ്തപ്പോഴാണ് ഈ എടുത്ത കാലിൻ്റെ പെരുവിരലിൻ്റെ നഖത്തിൻ്റെ അടിയിലായിട്ട് ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അത് ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ 3 മാസത്തോളമായി. അപ്പോൾ ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ല. നല്ല സന്തോഷത്തിലാണ് ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, ഫാത്തിമ എന്ന് പറഞ്ഞ ഇപ്പോൾ ഈ പേഷ്യൻ്റ് പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ രോഗിക്ക് ഇത്രയും നാൾ ഈ വേദന കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് പലപ്പോഴും നമുക്ക് ഒരു വേദന ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കും. ആ എക്സ്റേയിൽ ചിലപ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു MRI സ്കാൻ എടുത്ത് നോക്കാറുണ്ട്. അതിൽ പോലും ഈ പേഷ്യൻറ്റിന് നമുക്ക് വേദനയുടെ കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ ക്ലിനിക്കലി അത് നമ്മൾ രോഗിയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ മരുന്ന് കയറ്റിയിട്ടുള്ള ഒരു സ്കാൻ ചെയ്യാം, അതായത് കോൺട്രാസ്റ്റ് MRI എടുക്കാമെന്ന് തീരുമാനിച്ചത്. അതിലാണ് നമുക്ക് പേഷ്യൻറ്റിന് നഖത്തിനുള്ളിൽ ഒരു മുഴയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചെയ്യാൻ നമ്മൾക്ക് ഒരു ഇന്നത്തെ കാലത്ത് ഇപ്പോൾ 2024 നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊരു ടെക്നോളജി ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ചികിത്സ കറക്റ്റായിട്ട് എടുത്താൽ ഇപ്പോൾ ഈ രോഗിക്ക് പറ്റിയതുപോലെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള വേദന അവർക്കിപ്പോൾ 2-3 ആഴ്ച കൊണ്ട് അത് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിച്ചു. താങ്ക് യു.